ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 6 പരബ്രഹ്മം ബാബ സർവ്വദേവതാതീതൻ മഹാമുനി ഗർഗൻ യാദവരുടെ കുലഗുരു ജ്യോതിഷ പണ്ഡിതനുമായിരുന്നു. ഗർഗസംഹിതയുടെ രചയിതാവും അദ്ദേഹം തന്നെ. സംഹിതയുടെ പ്രാരംഭത്തിൽ മുനി സമ്പൂർണ്ണ അവതാരത്തിൻ്റെ ഗുണങ്ങളും പ്രകൃതവും വിവരിക്കുന്നുണ്ട്. യസ്മിൻ സർവാണി തേജാംസി വിലീനയന്തി സ്വതേജസ്വി തം വദന്തി പരേ സാക്ഷാത് പരിപൂർണമതമം സ്വയം. സർവ്വദേവതാ മഹിമകളും തന്നുള്ളിൽ ഉൾക്കൊണ്ടതാണ് സമ്പൂർണ്ണ അവതാരം. ഈ വിവരണം ഭഗവാൻ ശ്രീ സത്യസായി ബാബയിൽ എല്ലാ തരത്തിലും തികച്ചും യോജിക്കുന്നതാണ്. ശ്രുതി ഭക്തി സായി അവതാരങ്ങളിലെ ഉറച്ച ഭക്ത ബന്ധപ്പെട്ട് ഒരു ഗ്രന്ഥം എഴുതി. ശ്രീ സത്യസായി വ്രതകൽപ്പം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ മതപരമായ ആരാധന ക്രമാണങ്ങളിൽ അതിലെ വിഷയം. ഗ്രന്ഥം എഴുതി പൂർത്തിയായി കൈയെഴുത്ത് പ്രതി അവർ പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു. ഒരിക്കൽ പെട്ടി തുറന്ന് അവർ കൈയെഴുത്ത് പ്രതി നോക്കി. അത് ചുവന്ന മഷിയിൽ പല ഭാഗത്തും തിരുത്തിയിരിക്കുന്നു. കൈപ്പട ഭഗവാന്റേത് സർവ്വദേവതാ സ്വരൂപം എന്ന പ്രദ്ധപൊട്ട് ഉപയോഗിച്ച് ദിക്കിലെല്ലാം സ്വാമി തിരുത്തി സർവ്വദേവതാതീത സ്വരൂപം എന്നാക്കി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബോധന എന്നൊരു മഹാഭക്തൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ശ്രീമദ് മഹാഭാഗവതം സംസ്കൃതത്തിൽ നിന്ന് തെലുങ്കിലേക്ക് എഴുതുന്ന സമയം ഭഗവാൻ ശ്രീരാമേന്ദ്രൻ തന്നെ നേരിട്ട് അതിൽ എഴുതാൻ സഹായിച്ചു. അതുപോലെ തന്നെ ഭഗവാൻ പെద్దപൊട്ടുവിൻ്റെ കൃതി തൻ്റെ തൃക്കൈകളാൽ സമ്പന്നമാക്കി. അതുവഴി ഭഗവാൻ ലോകത്തോട് രേഖാമൂലമായി തന്നെ പ്രഖ്യാപിച്ചു അവിടുന്ന് സർവ്വദേവതാതീത സ്വരൂപമാണെന്ന്. അവിടുത്തെ അമൃതവചനങ്ങൾ ഉദ്ധരിച്ചാൽ എൻ്റെ ഈ മാനവരൂപം സർവ്വധർമ്മങ്ങളുടെയും ദിവ്യശക്തികളുടെയും മൂർത്തിഭവമാണ്. ഇതേക്കുറിച്ച് സംശയം തെല്ലുമേ വേണ്ട. എൻ്റെ ഈ ദിവ്യസ്വരൂപം ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ ഹൃദയ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചാൽ സംശുദ്ധമായ വിരാട് രൂപത്തിൻ്റെ ഒരു ക്ഷണിക ദൃശ്യം ദർശിക്കാൻ കഴിയും. മാനവൻ ആരാധിക്കുന്നു, പ്രേമിക്കുന്നു എല്ലാ രൂപങ്ങളും എല്ലാ ഗുണങ്ങളും ഈശ്വരനെ സംബന്ധിച്ചത് മാത്രമാണ്. അത് സായിയുടെ രൂപം മാത്രമാണെന്ന് ഞാൻ തെളിയിക്കും. ശ്രീ മഹാഗണപതിയായി. അമൃതാനന്ദമയ സ്വാമികൾ ഋഷിവര്യനായിരുന്ന രമണ മഹർഷിയുടെ ശിഷ്യൻ ഒരിക്കൽ അമൃതാനന്ദ സ്വാമി ഭഗവാൻ ശ്രീ സത്സായി ദർശനത്തിനായി അരുണാചലത്തു നിന്നും പുട്ടപർത്തിയിലേക്ക് പുറപ്പെട്ടു. ഭഗവാൻ അദ്ദേഹത്തെ അടുത്ത് ചേർത്ത് നിർത്തി മധുരതരമാം സ്വരത്തിൽ വിളിച്ചു. അമൃതാനന്ദ സ്വാമികൾ കോരിത്തെരിച്ചു. ഇതേ പ്രേമത്തോടെ ഹൃദയസ്പർശിയായി വിളിച്ചിരുന്നത് ഗുരുനാഥൻ ശ്രീ രമണ മഹർഷി മാത്രമാണ്. ഇത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ബാബയാടിയ ലീലയായി അമൃതാനന്ദ സ്വാമികൾക്ക് തോന്നി. 85കാരനായ അമൃതാനന്ദ സ്വാമിയോട് സംസാരിക്കവേ സ്വാമി പറഞ്ഞു, അന്ന് 7 വയസ്സപ്പോൾ തുടർച്ചയായി 45 ദിവസം അങ്ങ് ശ്രീ മഹാഗണപതി ഹോമം നടത്തി. ഹോമകുണ്ഡത്തിൽ ഹവിസ് അർപ്പിക്കുമ്പോൾ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം എന്നിങ്ങനെ ബീജാക്ഷരങ്ങളുള്ള പവിത്രമന്ത്രം 1000 ഓരോ ദിവസവും ജപിച്ചിരുന്നു. ആ ഹോമത്തിൻ്റെ പുണ്യഗ്രന്ഥങ്ങൾ വിധിച്ചിട്ടുള്ള ഫലത്തെക്കുറിച്ച് താങ്കൾക്കറിയുമോ? വിധിപ്രകാരം ആ യജ്ഞം പൂർത്തീകരിച്ചാൽ ഹോമകുണ്ഡത്തിൽ നിന്നും തൻ്റെ സുവർണ്ണ പ്രഭയോടെ ശ്രീ മഹാഗണപതി ഭക്തന് ദർശനമേകും, അനുഗ്രഹം ചൊരിയും. അങ്ങേക്ക് എപ്പോഴെങ്കിലും അത്തരം ഒരു ദർശനമുണ്ടായോ? അമൃതാനന്ദ സ്വാമികൾ മറുപടി പറഞ്ഞു, ഞാനൊന്നൊരു ചെറുബാലൻ, 7 വയസ്സ് പ്രായം. ഹോമകുണ്ഡത്തിൽ ഹവിസ് വെറുതെ അർപ്പിച്ചതുകൊണ്ട് മാത്രം ശ്രീ മഹാഗണപതിയുടെ ദർശനം സാധ്യമോ? ശ്രീ സായിബാബ അസ്നിഗ്ധമായി അദ്ദേഹത്തോട് പറഞ്ഞു, അന്ന് താങ്കൾ ചെയ്ത ജപം നടത്തിയ ഹോമം അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഈശ്വരാനുഗ്രഹത്തിൽ ഇപ്പോൾ എൻ്റെ സന്നിധിയിൽ എത്താനിടയായത്. ആ ഹോമത്തിൻ്റെ ഫലം ഇതാ ഇപ്പോൾ താങ്കൾക്ക് സ്വീകരിക്കാം. ധർമ്മശാസ്ത്രങ്ങൾക്ക് ഒരിക്കലും പിഴവ് വരില്ല. അമൃതാനന്ദനോട് തന്നെ നോക്കുവാൻ സായരുളി. വിസ്മയകരം. ഭഗവാൻ നിന്നിലേക്ക് സർവാധീശായിയായ തേജസ്സോടെ പ്രതാപൂർവ്വം വിസ്മയകരമായ വർണ്ണത്തോടെ ശ്രീ മഹാഗണപതി നിലകൊള്ളുന്നു. സുബ്രഹ്മണ്യനായി. സുബ്രഹ്മണ്യ സ്വാമിയാണ് പട്ടുകുടുംബത്തിൻ്റെ പരദേവത. 1943 ശ്രീമതി പട്ടിന് ക്യാൻസർ രോഗമുണ്ടായെന്ന് കണ്ടെത്തി. ഡോക്ടർ ഓപ്പറേഷനും ഉപദേശിച്ചു. പക്ഷേ അവരുടെ പത്രമാതാവ് സമ്മതിച്ചില്ല. താങ്കൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദൃഢഭക്തരാണെന്നും അവിടുന്ന് തീർച്ചയായും തൻ്റെ ഭക്തരെ കാത്തു രക്ഷിക്കുമെന്നും ആ അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. നീണ്ട 6 മാസം ആ കുടുംബം തീവ്രമായ ഉറച്ച വിശ്വാസത്തിൽ കഴിഞ്ഞു വന്നു. നിത്യപ്രാർത്ഥനാദികൾ തുടർന്നു. പക്ഷേ രോഗിയുടെ നില വഷളാവുകയാണ്. അന്നൊരു രാത്രി അവരൊരു സ്വപ്നം കണ്ടു. ഒരു വലിയ സർപ്പം തൻ്റെ കിടയ്ക്ക് ചുറ്റും നീങ്ങുന്നു. അവർ ഞെട്ടി ഉണർന്നു. പരിഭ്രാന്തിയോടെ പാത്രമാതാവിനെ ഉണർത്തി. ലൈറ്റിട്ടു. മുറി മുഴുവൻ നോക്കി, ഒന്നും കണ്ടില്ല. വീണ്ടും കിടന്നു. രോഗി മയങ്ങി. സ്വപ്നം വീണ്ടും ആവർത്തിച്ചു. ആ സർപ്പം ഒരു നിമിഷം സുബ്രഹ്മണ്യ സ്വാമിയായി മാറി. അവിടുന്ന് തൻ്റെ ശൂലം ഭക്തയുടെ നെഞ്ചിൽ കുത്തിയിറക്കി. പിന്നീട് ശൂലത്തിലേറ്റി ഒരു ഗിരിശൃംഗത്തിൽ കൊണ്ടുപോയി. ഭക്ത ഭഗവാന്റെ തൃപ്പാദത്തിൽ വീണു. ഇവിടെ നിൽക്കണമോ, കുടുംബത്തിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് സുബ്രഹ്മണ്യ സ്വാമി തിരക്കി. ഭർത്താവിൻ്റെയും മക്കളുടെയും സാമീപ്യം ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു അവരുടെ മറുപടി. ഭഗവാൻ അപ്പോൾ മറുപടി അരുളി, നീ പൂർണ്ണമായി സുഖപ്പെട്ടു. ഞാൻ നിന്നെ സദാ സംരക്ഷിക്കും. അതിനുശേഷം ഞാൻ ചെറിയ മനോഹരമായ കോണിപ്പടിയിലൂടെ സ്വയം ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നതായി അവർ സ്വപ്നം കണ്ടു. സ്വപ്നം സുവ്യക്തവും സ്ഥിരീകരിക്കാത്തതുമായിരുന്നു. ആ ദിനം മുതൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങി. താമസിയാതെ അവരുടെ നില സാധാരണഗതിയിലാകുകയും ചെയ്തു. എന്നിട്ടും അവർ തൻ്റെ നിത്യപ്രാർത്ഥനകളിൽ വീഴ്ച വരുത്തിയില്ല. പാവങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് യഥാസ്ഥിതി സേവനം ചെയ്യുന്നതിന് അവർ സമയം കണ്ടെത്തി. പിന്നീട് 20 വർഷത്തിന് ശേഷം ആ ഭർത്താവുമൊത്ത് ആദ്യമായി പുട്ടപർത്തിയിലെത്തി. ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ ആദ്യമായി ദർശിച്ചു. സ്വാമി അവർക്ക് ഇൻ്റർവ്യൂ നൽകി അവിടുന്ന് അരുളി, 20 വർഷം മുമ്പ് ഒരിക്കൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവർ അന്താളിച്ചു പോയി, വിസമ്മതിക്കുകയും ചെയ്തു. ഇല്ല സ്വാമി, ഇതാദ്യമായിട്ടാണ് ഞാൻ അവിടുത്തെ കാണുന്നത്. പക്ഷേ സ്വാമി അവരോട് പറഞ്ഞു,
പറഞ്ഞു. അല്ല, നീ മൈസൂരിലായിരുന്നപ്പോൾ ഞാൻ അവിടെ വന്നു. അസുഖമായിരുന്ന കാലത്ത് അവർ മൈസൂരിൽ താമസിച്ചിരുന്നു. തെരുവിൻ്റെ പേരും അവിടുന്ന് പറഞ്ഞു. ശ്രീമതി ഭട്ട അത്ഭുതത്തോടെ നോക്കി. അവിടുന്ന് പറഞ്ഞ തെരുവിൻ്റെ പേര് തീർച്ചയായും ശരി തന്നെ. പക്ഷേ സ്വാമി എപ്പോഴാണ് എവിടെ വന്നത്, എപ്പോഴാണ് സ്വാമി സംസാരിച്ചത്, അവർക്കൊന്നും ഓർമ്മിച്ചെടുക്കാനായില്ല. അപ്പോഴാണ് അവർ കോണിപ്പടി ശ്രദ്ധിച്ചത്. ഇൻ്റർവ്യൂ മുറിയിൽ നിന്ന് മുകളിൽ സ്വാമിയുടെ മുറിയിലേക്ക് കോണിപ്പടി. അവർ അതിൻ്റെ പടികൾ എണ്ണി. അവർ പെട്ടെന്ന് ഓർത്തു, 2 ദശകങ്ങൾക്ക് മുമ്പ് അവർ സ്വപ്നത്തിൽ കണ്ട കാര്യം. സുബ്രഹ്മണ്യ സ്വാമി തന്നെ ഈ ലോകത്തിലേക്ക് തിരിച്ചിറക്കി വിട്ട അതേ പടികൾ. അടുത്ത നിമിഷം അവർ വിസ്മയത്തിൽ നിന്നുണരും മുമ്പേ ഭഗവാൻ തൃക്കരങ്ങൾ ചലിപ്പിച്ചു. അതിസുന്ദരമായ സുബ്രഹ്മണ്യ സ്വരൂപം സർപ്പങ്ങളാൽ അലങ്കൃതമായി രഥത്തിലിരിക്കുന്ന രൂപം സൃഷ്ടിക്കപ്പെട്ടു. അവിടുന്ന് ആ ബിംബം അവരുടെ കൃതജ്ഞതാ നിർഭരമായ കൈകളിൽ കൊടുത്തു. സർവ്വതാ കരുണാമയനായ ബാവ തന്നെയാണ് തങ്ങൾ നിത്യവും ഗൃഹത്തിൽ ആരാധിച്ചു വരുന്ന ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി എന്നവർക്ക് ബോധ്യമായി. ബാവയുടെ തൃപ്പാദ പത്മങ്ങൾ അവർ ആനന്ദക്കണ്ണീർ വർഷത്തിൽ അഭിഷേകം ചെയ്തു. ഇന്ന് പ്രശാന്ത നിലയത്ത് സുബ്രഹ്മണ്യ സ്വാമി ജ്യേഷ്ഠ സഹോദരൻ ശ്രീ മഹാനദിയിലൂടെ ഒരു മഹത്വം നിലനിൽക്കുന്നു. 1997 സെപ്റ്റംബർ 21 ഭഗവാൻ ശ്രീ സത്സായി ബാബ സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. ശ്രീ പരമേശ്വരനായി രാമരാജു വെള്ളാരിയിലെ മുനിസിപ്പൽ ചെയർമാൻ സത്യനെ കാണാനെ അദ്ദേഹം ഉറവക്കൊണ്ടയിലെത്തി. അക്കാലത്ത് സത്യനെ രാജു എന്ന് വിളിച്ചിരുന്നു. രാമരാജു ശേഷമരാജുവിനോട് പറഞ്ഞു, അടുത്ത സ്കൂൾ അവധിക്കാലത്ത് നിങ്ങളുടെ രാജു ഞങ്ങൾക്കൊപ്പം വെള്ളാരിയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കളുടെ സഹോദരൻ ഒരു സാധാരണ ബാലനെന്ന് താങ്കൾ കരുതുന്നുണ്ടാവും. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ ബാലൻ മുഖ തേജസ്സും പവിത്രതയും എൻ്റെ ഹൃദയത്തെ മതിക്കുന്നു. ഞാൻ അവൻ്റെ ദൈവിക തേജസ് കാണുന്നു. ദയവ് ചെയ്ത് ബാലന്മയെ കുറച്ച് തന്നെ ഞങ്ങളുടെ കൂടെ കഴിയും. തൻ്റെ സഹോദരൻ്റെ അസാധാരണമായ പെരുമാറ്റത്തിന് ശേഷമരാജു വിഷമിച്ചിരിക്കുന്ന കാലമായിരുന്നു അത്. ഒരു മാറ്റം അനുജൻ്റെ മാനസികാരോഗ്യത്തിന് ഉത്തമമെന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം രാമരാജുവിൻ്റെ ക്ഷണം സ്വീകരിച്ചു. വെള്ളാരിക്ക് യാത്രയായി. അങ്ങനെ പ്രശസ്തമായ വിരൂപാക്ഷ ക്ഷേത്രം ദർശിക്കുന്നതിനായി ഒരു ദിവസം അവർ ഹംപിയിലേക്ക് ഒരു യാത്ര സംഘടിപ്പിച്ചു. പഴയ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോയി. പക്ഷേ സത്യൻ മാത്രം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നില്ല. വയറിന് സുഖമില്ലെന്ന് പറഞ്ഞ് പുറത്തു നിന്നു. മറ്റുള്ളവരാകട്ടെ ദർശനത്തിനായി ക്ഷേത്രത്തിൽ കടന്നു. ക്ഷേത്ര പുരോഹിതൻ ഭഗവാൻ ആരതി ഒഴിയാൻ തുടങ്ങി. എന്താണ് ഭക്തന്മാർ ശ്രീകോവിലിൽ ദർശിച്ചത്? വിരൂപാക്ഷ വിഗ്രഹത്തിന് പകരം കണ്ട സത്യനെ. ശേഷമരാജ് കുപിതയായി. അദ്ദേഹം ചിന്തിച്ചു, സത്യൻ ക്ഷേത്രത്തിനകത്ത് വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. അവൻ എങ്ങനെയോ ഒളിച്ചും പാത്രം ശ്രീകോവിലിൽ കടന്നതാണ്. ഇത് കടുത്ത നിരീക്ഷയിൽ നിന്ന് തന്നെ. തൻ്റെ ഊഹം ശരിയോ തെറ്റോ എന്നുറപ്പിക്കാനായി അദ്ദേഹം പുറത്തു വന്നു, സത്യൻ എവിടെയെന്ന് അറിയുന്നതിനായി. പക്ഷേ ബാലൻ പുറത്തൊരു വിഷച്ചുവട്ടൽ. ശേഷമരാജുവിന് അപ്പോഴും ഉറപ്പായില്ല. പുറത്തു നിൽക്കുന്ന സത്യനിൽ കണ്ണും നട്ടകത്തെ കാര്യം പരിശോധിക്കാനായി ഒരാളെ അയച്ചു. സത്യൻ ഇവിടെ പുറത്ത് വൃക്ഷച്ചുവട്ട് നിൽക്കുമ്പോൾ പോലും അകത്തുമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ശാസ്ത്രം പ്രഖ്യാപിക്കുന്നു, അന്തർബഹിജ തത് സർവ്വവ്യാപ്യ നാരായണ സ്ഥിത. അകത്തും പുറത്തും സർവ്വവ്യാപിയായ നാരായണൻ എല്ലായിടത്തും ഒരേ സമയം സ്ഥിതി ചെയ്യുന്നു. സംഘങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കി, ഇത് സത്യസാരനാണെന്നും സർവ്വവ്യാപിയാണെന്നും. ഒരേ സമയം അകത്തും പുറത്തും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ അവതാരകാര്യം ഭഗവാൻ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ലെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്ഷേത്രത്തിൽ പ്രവേശിച്ച സംഘം അത്യാഹ്ലാദത്തോടെ പുറത്തു വന്നു. അവർ സത്യൻ്റെ മുഖം ശ്രദ്ധിച്ചു. അസാധാരണമായി ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് സത്യൻ്റെ നിൽപ്പ്. വിഭൂതിയുടെ വൃഷ്ടാവാണ് സ്വാമി എന്നത് എല്ലാവർക്കും നന്നായി അറിയാം. എല്ലാ ദിവസവും അദ്ദേഹം വളരെയേറെ വിഭൂതി സൃഷ്ടിക്കുന്നു, ഭക്തർക്കിടയിൽ വിതരണം ചെയ്യുന്നു. ശിവരാത്രി ഉത്സവവേളയിൽ ബാബ സത്യസായി വിഗ്രഹത്തിൽ ജലത്തിന് പകരം വിഭൂതിയാൽ അഭിഷേകം ചെയ്യാറുണ്ട്. ഒഴിഞ്ഞ വെള്ളിപ്പാത്രത്തിൽ നിന്ന് വിഭൂതി ബഹിർഗമിക്കും. വിഭൂതി ഒരിക്കലും തീരാറില്ല. ഒരു പ്രത്യേക സന്ദർഭം വിവരണയോഗ്യമാണ്. പ്രശാന്തനത്തിനടുത്ത് തുറസായ സ്ഥലം വേദിയുടെ നടുവിൽ ഉയർന്നൊരു പീഠം വെച്ചിരിക്കുന്നു. 4 അടി ഉയരമുള്ള സത്യസായിയുടെ രജത വിഗ്രഹം. ആ പീഠത്തിൽ ശ്രീ കസ്തൂരി വിഗ്രഹത്തിന് സമീപം. അതേ ഒരു വെള്ളിക്കുടം വിഗ്രഹത്തിൻ്റെ ശിരസോട് തൊട്ടു മുകളിൽ കമഴ്ത്തി പിടിച്ചിരിക്കുന്നു. അപ്പുറത്ത് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. അവിടുത്തെ വലത്തെ തൃക്കരം കമഴ്ത്തി പിടിച്ച് വെള്ളിപ്പാത്രത്തിൽ. ഭഗവാൻ തൃക്കരം പാത്രത്തിനകത്ത് കറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ശക്തിയായി കടയുന്നത് പോലെ തൃക്കൈ ഓരോ പ്രാവശ്യം കറങ്ങുമ്പോഴും വിഭൂതി കനത്ത അളവിൽ പ്രളയം പോലെ വിഗ്രഹത്തിന് മേൽ വീണുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് സ്വാമി തൃക്കാരം മാറ്റി ഇടതുകരം പാത്രത്തിനുള്ളിൽ കടത്തി. ഇങ്ങനെ വളരെ പ്രാവശ്യം സ്വാമി ഇരു കൈകളും മാറി മാറി പാത്രത്തിലിട്ട് കറക്കി. താമസിയാതെ വിഗ്രഹം പൂർണ്ണമായി വിഭൂതി കൊണ്ട് മൂടി. ഭക്തന്മാർ ഹർഷോന്മാദത്തിലായി. നിലയ്ക്കാത്ത കരഘോഷം മുഴങ്ങി. പിന്നീട് ശ്രീ സത്യസായി ഒരു കഷ്ണ തുണി കൊണ്ട് സിദ്ധിസായിയുടെ ശിരസ് മുഖവും തുടച്ചു. അതിനുശേഷം അവിടുന്ന് തൃക്കരം ചലിപ്പിച്ചൊരു മരകത രത്നം സൃഷ്ടിച്ചു. വിഗ്രഹത്തിൻ്റെ തിരുനെറ്റിയിൽ വെച്ചമർത്തി. അത് അവിടെ ചേർന്നിരുന്നു. ശ്വാസം നിലച്ചു പോകുന്ന അത്യത്ഭുത ലീലയായിരുന്നു അത്. അത്തരം അത്ഭുതങ്ങളിൽ മഹത്തായ ദൃശ്യത്തിൽ സ്വയം ആമഗ്നരായാൽ മാത്രം മതി നമുക്ക് നമ്മെ തന്നെ മറക്കാനാവും. ഈശ്വരാനുഗ്രഹത്തിൽ നമുക്ക് കാണാൻ സാധിച്ച ദൈവികതയുമായി ഒന്നാകുവാനാവും. ആ ശിവരാത്രി ബാബയുടെ ഉദരത്തിൽ ശിവലിംഗം സൃഷ്ടിക്കപ്പെടുന്നതും വദനത്തിലൂടെ ബഹിർമിക്കുന്നതും ഭക്തന്മാർ ദർശിച്ചു. ശ്രീ സായി പ്രഭാഷണം ചെയ്യുകയും ഭക്തർ അതീവ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ബാബ പ്രഭാഷണം നിർത്തിയിരുന്നു. ഭക്തന്മാർ ഉറക്കെ ഭജന പാടുവാൻ തുടങ്ങി. ശ്രീ സായി വിയർക്കുകയാണ്. മേശപ്പുറത്ത് വച്ചിരിക്കുന്ന ടംബ്ലറിൽ നിന്ന് ഇടയ്ക്കിടെ അവിടുന്ന് ജലം കുടിച്ചു. അവിടുത്തെ ഉദരത്തിന് ചില ചലനങ്ങൾ കണ്ടു തുടങ്ങി.
വേദനയാലെന്ന വണ്ണം ചരിയുകയും വളയുകയും ചെയ്തിരുന്നു. കൂടുതൽ കൂടുതൽ തീവ്രതയോടെ ഭജന തുടർന്നു. ആത്മലിംഗം അവിടുന്ന് ഉദരത്തിൽ നിന്ന് മുകളിലേക്ക് നീങ്ങി തൊണ്ടയിലെത്തി പെട്ടെന്ന് വായിൽ കൂടി ബഹിർമിക്കുകയും ചെയ്തു. തൻ്റെ നീട്ടിപ്പിടിച്ച കൈകളിൽ ബാബ ആത്മലിംഗം പിടിച്ചെടുത്തു. അതിനുശേഷം അത് ഉയർത്തിപ്പിടിച്ച് അവിടെ സന്നിധരായിരുന്ന ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് ആത്മലിംഗം കാണാൻ കഴിഞ്ഞു. ആ വലിയ ആത്മലിംഗം വായിലൂടെ പുറത്തു വന്നതുപോലെ സ്വാമിയുടെ കടവ പൊട്ടിയിരുന്നു. അവിടുത്തെ രക്തക്കറ കാണുമായിരുന്നു. ലിംഗോദ്ഭവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാൻ ഭക്തജനങ്ങളോട് വിശദീകരിച്ചു. നിങ്ങൾക്കും ദൈവപ്രകൃതം പൂർണ്ണമായി ഗ്രഹിക്കാനാവില്ല. ദിവ്യശക്തിയും ഈശ്വര മഹിമ അളക്കാനും കഴിയില്ല. അത് അപ്രാപ്യം, അദൃശ്യം. ഇവിടെ നിങ്ങളുടെ മധ്യത്തിലുള്ള ഈ ദിവ്യപ്രകൃതം നിങ്ങളുടെ പരിമിതമായ ഗ്രഹണശക്തിക്ക് മനസ്സിലാക്കുവാനായി ചെയ്തതാണ്. ഈ ലിംഗോദ്ഭവ സംഭവം, ഈ വിസ്മയകരമായ ദൃശ്യത്തിന് സാക്ഷിയായി നിങ്ങൾക്ക് വിശേഷമായ ആനുകൂല്യം ലഭിച്ചു. അതിന് കാരണം ഈശ്വരകൃപയും നിങ്ങളുടെ മഹാഭാഗ്യവും. 1974 ഫെബ്രുവരി ശിവരാത്രി വേളയിൽ വചനത്തിലൂടെ സുമൂർത്തമായ ലിംഗം പുറത്തെടുത്തുകൊണ്ട് നടുക്കമുണ്ടാക്കുന്ന പ്രഖ്യാപനം ഭഗവാൻ ചെയ്തു. മഹർഷി കപിലദേവൻ വേദത്തിലും ഉപനിഷത്തിലും വിഭജിച്ചിട്ടുള്ള ദശാങ്കുലമുള്ള ആത്മലിംഗമാണിത്. ഈ ദിവ്യരൂപം ദർശിക്കാനായതിനാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. നിങ്ങൾ ഇഹലോക ജനന മരണ ചക്രത്തിൽ നിന്ന് സ്വതന്ത്രരായി. 15 വലിപ്പമുണ്ട് ഈ ആത്മലിംഗത്തിന്. ജ്വാലയുടെ ആകൃതിയിൽ ഇതിനുള്ളിൽ തൃശൂലം കാണും. ഓരോ 10 മിനിറ്റിലും ഇതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം 1999 മംഗളകരമായ ശിവരാത്രി നാൾ ഭഗവാൻ ഒരു ശിവലിംഗം സൃഷ്ടിച്ചു. ഹിരണ്യഗർഭലിംഗം എന്ന് ഭഗവാൻ അതിനെ വിശേഷിപ്പിച്ചു. അടുത്ത വർഷം അവിടുത്തെ വദനത്തിൽ നിന്ന് ഒരു സ്വർണ്ണ ശിവലിംഗം ബഹിർഗമിച്ചു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ ഭഗവാൻ അത് ഉയർത്തി കാണിച്ചു. ഭക്തന്മാർ ഹർഷോന്മാദം പൂണ്ടു. ശ്രീരാമൻ 1972 ബൃന്ദാവനത്തിൽ വേനൽക്കാല പരിശീലന ക്ലാസുകൾ തുടങ്ങാറ്. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 800ഓളം പേർ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെ കൂടിയിരുന്നു. സ്വാമിയുടെ അമ്മ ഈശ്വരാമ മറ്റു മഹിളാ ഭക്തരോടൊപ്പം 30 ദിവസം നീണ്ടു നിൽക്കുന്ന ആ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഭഗവാന്റെ അനുവാദം നേടിയിട്ടുണ്ട്. സ്വാമി താമസിക്കുന്നതിൻ്റെ താഴത്തെ നിലയിൽ ഈശ്വരാമയ്ക്ക് താമസ സൗകര്യം കൊടുത്തു. പരിശീലനത്തിനെത്തിയവർ അതിരാവിലെ ഉണരും. ഓങ്കാരം, മന്ത്രജപം, ഭക്തിഗാനങ്ങൾ, യോഗാസനം, ഭജന, സാധുസേവനം, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടും. പങ്കെടുക്കുന്ന സജീവമായിരുന്നു. ഈശ്വരാമയ്ക്ക് സരസ്വതി ക്ഷേത്രത്തിൽ ഉത്സവം പോലെയായിരുന്നു ഓരോ ദിവസവും. പരിശീലന ക്യാമ്പിൻ്റെ 11ാം ദിവസം ഈശ്വരാമയ്ക്ക് കോൾമേൽ കൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടായി. പിറ്റേ ദിവസം ഈശ്വരാമ ബന്ധപ്പെട്ടുവിൻ്റെ അടുത്തേക്ക് കുതിച്ചു. ശ്രുതിമ എന്ന് അവരെ വിളിച്ചിരുന്നു. ബന്ധപ്പെട്ടുവിനോടത് പറഞ്ഞപ്പോൾ അവർ ഉദ്യോഗത്തിലായിരുന്നു. എനിക്കുണ്ടായ അത്യത്ഭുതകരമായ അനുഭവം ഞാൻ പറയാം, പക്ഷേ ആരോടും ഇക്കാര്യം പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ബന്ധപ്പെട്ട് കുറച്ചുകൂടി അടുത്തിരുന്നു. പിന്നെ സ്വകാര്യമായ കാര്യം എന്നത് തിരക്കി. ഈശ്വരാമ പറഞ്ഞു, നമ്മുടെ സ്വാമി യഥാർത്ഥ ഈശ്വരൻ തന്നെ. എന്തായാലും എനിക്കതിൽ തെല്ലും സംശയമില്ല. ഇത് കേട്ട് ബന്ധപ്പെട്ട് പൊട്ടിച്ചിരിച്ചു. താൻ പറഞ്ഞാൽ എന്താണ് ചിരിക്കാനുള്ളതെന്നായി ഈശ്വരാമ ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഞാൻ ഈശ്വരാമയുടെ വാക്കുകൾ കേട്ടല്ല ചിരിച്ചു. ഒടുവിൽ ഈ സത്യം നിങ്ങൾ വെളിപ്പെട്ടല്ലോ എന്ന സന്തോഷത്താൽ ചിരിച്ചതാണ്. അതുപോട്ടെ, എങ്ങനെയാണ് ഇങ്ങനെയൊരു തിരിച്ചറിവുണ്ടായത് എന്നോട് പറയൂ. ഈശ്വരാമ്മ പറഞ്ഞു, അറിയുമല്ലോ, കഴിഞ്ഞ 4 ദിവസമായി എനിക്ക് കടുത്ത പനിയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ സ്വാമി അരികിൽ വന്നു. സ്വപ്നത്തിലാണോ ബന്ധപ്പെട്ട് തടസ്സപ്പെടുത്തിയല്ല ഈശ്വരാമ്മ. എനിക്കുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കിടക്കയിൽ അസ്വസ്ഥനായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നു. സ്വാമി ഒറ്റയ്ക്ക് എൻ്റെ അരികിലെത്തി. എനിക്ക് അങ്ങനെയുണ്ടാന്ന് തിരക്കി. ശരീരമാസകലം വേദനയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് പറയട്ടെ? ബന്ധപ്പെട്ടു, ഞാനും നീയും എന്നും കാണുന്ന സാധാരണ സ്വാമിയല്ല അവിടുന്ന്. അടുത്ത നിമിഷം അവിടുന്ന് ഭഗവാൻ ശ്രീരാമനായി മാറി. ശിരസിൽ പൊൻകിരീടം, തൃക്കൈയിൽ നീണ്ട വില്ല്. അവിടുന്ന് എൻ്റെ അരികിൽ നിന്നു. ഞാൻ വിസ്മയിച്ചു പോയി, പക്ഷേ പ്രണമിച്ചു. ഞാൻ എഴുന്നേറ്റ് കിടക്കയിൽ ഇരിക്കാൻ ശ്രമിച്ചു. എനിക്കതിന് കഴിഞ്ഞില്ല. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീരാമൻ നമ്മുടെ പരിചിതനായ സ്വാമിയായി മാറി. അവിടുന്ന് മഹിനീയമായ പുഞ്ചിരിച്ചു. പിന്നെ കുറച്ച് വിഭൂതി പ്രസാദം നൽകി അവിടുന്ന് അരുളി, പനി മാറും, പരിഭ്രമിക്കേണ്ട. എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. ബുദ്ധപ്പെട്ടു വളരെ സന്തുഷ്ടയായി. ആഹ്ലാവതി അവർ പറഞ്ഞു, തീർച്ചയായും സ്വാമി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തൊരു സ്മരണാർഹമായ അനുഭവം. തികച്ചും ജാഗ്രാവസ്ഥയിൽ ബോധപൂർവം ഇരിക്കുമ്പോൾ ഈശ്വരാമ ശ്രീ സത്യസായി ശ്രീ മഹാപ്രഭുവിൻ്റെ ദർശിച്ചു. തീർച്ചയായും അവർ അസാധാരണ ഭാഗ്യവതി, അനുഗ്രഹീത. ഈ ദിവ്യാനുഭവം ഒരുപക്ഷെ ഈശ്വരാമ്മയുടെ ആത്മാവ് താമസിയാതെ പരമാത്മ ലയിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ സൂചനയായിരുന്നു എന്ന് പിന്നീടുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. പിറ്റേ ദിവസം, അതായത് 1972 മെയ് 6 രാവിലെ 6 മണി, പരിശീലനത്തിനെത്തിയവർ നഗരസംഗീതത്തിന് കഴിഞ്ഞ് തിരിച്ചെത്തിയതേ ഉള്ളൂ. സ്വാമി സ്വവസതിയുടെ ബാൽക്കണിയിൽ നിന്നും അവർക്ക് ദർശനം നൽകി. പിന്നീട് കുളിക്കാനായി പോയി. അതേസമയം ഈശ്വരാമ്മ കുളി കഴിഞ്ഞ് രാവിലത്തെ ഒരു കപ്പ് കാപ്പിയും കുടിച്ച് അകത്തെ വരാന്തയിൽ വിശ്രമിക്കാനായിരുന്നു. പെട്ടെന്ന് അവർ ബാത്റൂം ഭാഗത്തേക്ക് നോക്കി. സ്വാമിയെ വിളിച്ചു കരഞ്ഞു. സ്വാമിയെ വിളിച്ചുകൊണ്ട് തന്നെ കുഴഞ്ഞു വീണു. കുളിമുറിയിൽ നിന്ന് സ്വാമി പ്രതികരിച്ചു, ഞാൻ വരുന്നു, എല്ലാം കഴിഞ്ഞു. ഈശ്വരാമ്മ അവസാന ശ്വാസവും എടുത്തു. 1983 മെയ് 6 ഈശ്വരാമ ദിനാഘോഷവേളയിൽ സ്വാമി സംസാരിച്ചു. മറ്റുള്ളവരിൽ നിന്നും ആ മഹതിയായ മഹിളയെ വേർതിരിക്കുന്ന സ്വഭാവം, സവിശേഷതകൾ, ശരീരം ധരിച്ച രീതി എന്നിവയെ പരാമർശിച്ച് സ്വാമി പറഞ്ഞു, അത്തരം നിമിഷങ്ങളിൽ ഒരുവൻ്റെ മനസ്സ് സാധാരണയായി സ്വർണ്ണാഭരണങ്ങളിലും അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കളുമായിരിക്കും. അവസാന നിമിഷങ്ങളിൽ സ്വാമിയെ സ്മരിക്കുക വളരെ കുറച്ച് പേർക്ക് അതിന് കഴിയൂ. താഴത്തെ നിലയിൽ നിന്നും ഈശ്വരാമ്മ എന്നെ വിളിച്ചു. സ്വാമി, ഞാൻ പ്രതികരിച്ചു, ഞാൻ വരുന്നു. അതോടെ അവർ ശരീരം ത്യജിച്ചു. തുണയ്ക്കായി ദിവ്യരക്ഷകനെ
നിരാശയോടെ വിളിച്ചുകയാണ് ഗജേന്ദ്രനെ അനുഗ്രഹിക്കാൻ ശ്രീ മഹാവിഷ്ണു കുതിച്ചെത്തിയതുപോലെയായിരുന്നു ഈ സന്ദർഭം. ആ നിർണായക നിമിഷത്തിൽ ഈശ്വരാമ്മയുടെ പുത്രി വെങ്കമ്മയും കൊച്ചുമകൾ ശൈലജയും അവരുടെ സമീപം ഉണ്ടായിരുന്നു. പക്ഷേ ഈശ്വരാമ്മ വിളിച്ചു കേണത് സ്വാമിയെ മാത്രം. ഈശ്വരാമ്മയുടെ ഭക്തി, ധർമ്മനിഷ്ഠ എന്നിവയ്ക്ക് മതിയായ തെളിവാണിത്. മഹത്തായ സാധനയ്ക്ക് ലഭിച്ച അമൂല്യ ഫലം അനുകരിക്കാനൊരു ഉത്തമ മാതൃക. ശ്യാമസുന്ദരനായി രമണ മഹർഷിക്കൊപ്പം കാരുണ്യാനന്ദ സ്വാമി അരുണാചലത്ത് വളരെ വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. തിരുപ്പതിക്ക് സമീപം ഗോഗർഭത്തിൽ കുറേ വർഷം മലയാള സ്വാമിക്കൊപ്പം ചെലവഴിച്ചു. 1922 ശിവാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന് ഋഷികേശത്ത് വെച്ച് സന്യാസ ദീക്ഷ നൽകി. അദ്ദേഹം ധാരാളം തപശ്ചര്യകൾ അനുഷ്ഠിച്ചു. പിന്നീട് ഗൗതമ ജീവകാരുണ്യ സംഘം സ്ഥാപിച്ചു. ആന്ധ്രയിലെ രാജ്മുണ്ഡയിലെ ഗോദാവരി തീരത്തായിരുന്നു സംഘം. പാവപ്പെട്ടവർക്കും അർഹതയുള്ളവർക്കും സംഘം മഹത്തായ സേവനങ്ങൾ ചെയ്തു. മാനവസേവയുടെ ആധ്യാത്മിക നേട്ടങ്ങളുടെയും പ്രതിഫലമായി അദ്ദേഹത്തിന് ശ്രീ സത്യസായി ബാബയുടെ സാമീപ്യത്തിന് കഴിയാനുള്ള മഹാഭാഗ്യം സ്തുതിച്ചു. ഒരിക്കൽ ശ്രീ സായി കരുണാനന്ദനോട് അവിടുത്തെ മുറിയിൽ ഉറങ്ങിക്കൊള്ളുവാൻ അരുളി. തനിക്ക് കൂർക്കം വലിക്കുന്ന നിർഭാഗ്യകരമായ ശീലമുള്ളതിനാൽ കരുണാനന്ദ സ്വാമി തടസ്സം പറഞ്ഞു. അതേക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന് തന്നെ മുറിയിൽ വന്ന് ഉറങ്ങിക്കൊള്ളാൻ സ്വാമി പറഞ്ഞു. കരുണാനന്ദ സ്വാമി വെളിപ്പെടുത്തുന്നു. ശ്രീ സായി ഒരിക്കലും ഉറങ്ങുന്നതേയില്ല. ഇരുവശവും ചെരിഞ്ഞ് തൽപ്പത്തിൽ കിടക്കുന്ന അവിടുത്തെ മിഴികൾ സദാ പാതി തുറന്നിരിക്കുന്നു. തനിക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നുവെന്ന് അവിടുന്ന് സദാ സമ്പൂർണ്ണ ബോധവാൻ. ആ രാത്രി വൈവിസ്തീർണമായൊരു അനുഭവം നൽകി കാരുണ്യാനന്ദയിൽ ഭഗവാൻ കൃപ ചൊരിഞ്ഞു. സ്വാമി തൻ്റെ തൽപ്പത്തിൽ ശയിക്കുന്നു. കാരുണ്യാനന്ദ തൻ്റെ കിടക്ക തറയിൽ വിരിച്ച് ഉറങ്ങി. കുറച്ചു കഴിഞ്ഞ് കാരുണ്യാനന്ദ ഉണർന്നു. എഴുന്നേറ്റിരുന്ന് സ്വാമിയുടെ കിടക്കയിലേക്ക് നോക്കി. അത്യത്ഭുതം! സ്വാമി കിടന്നിടത്ത് നീലപ്രഭ ചൊരിഞ്ഞ് ഉണ്ണികൃഷ്ണൻ ശയിക്കുന്നു. അത്യത്ഭുതകരമായ ഈ ദർശനത്താൽ വിസ്മയം പൂണ്ട് കാരുണ്യാനന്ദ വല്ലാതെയായി. വിശ്വസിക്കാനാവാതെ ഇരുമിഴികളും തുടച്ച് വീണ്ടും അതേ അതീവ ശ്രദ്ധയോടെ നോക്കി. താൻ ഉണർന്നിരിക്കുകയാണെന്നും തൻ്റെ ഇന്ദ്രിയങ്ങൾ ശരിക്കും പ്രവർത്തിക്കുന്നുവെന്നും കാരുണ്യാനന്ദ ഉറപ്പാക്കി. ഒട്ടും സംശയിക്കാനില്ല, ഇത് തീർച്ചയായും ബാലഗോപാലൻ തന്നെ. അപ്പോഴിതാ ബാബയുടെ തൽപ്പത്തിൽ ശയിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബാലഗോപാലൻ്റെ സ്ഥാനത്ത് വീണ്ടും ബാബ. കാരുണ്യാനന്ദ സ്വാമി പിന്നീട് പറഞ്ഞു, ആ ദർശനം ഒരു ഭാവനാവിലാസമായിരുന്നില്ല. ഞാൻ പൂർണ്ണമായി ഉണർന്നിരിക്കുകയായിരുന്നു. തീർച്ചയായും അത് ബാലകൃഷ്ണൻ തന്നെ. ഉണ്ണിക്കണ്ണൻ ശ്രീസായി ആയി മാറുന്നതിനും ഞാൻ സാക്ഷിയായി. ഭഗവാൻ സത്യസായി തൻ്റെ ദിവ്യത്തെ പൊതുവായി ദുർദർശിപ്പിക്കാറില്ല. അതൊരു പക്ഷേ നാനാഭാഗത്തു നിന്നും ഇരമ്പിയെത്തേക്കാവുന്ന അനിയന്ത്രിതമായ ജനസമുദ്രത്തെ ഓർത്തായിരിക്കാം. സായി ശ്രുതി കൊടക്കനാലിലെ സ്വാമിയുടെ വസതി. ഒരിക്കൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുക ഭഗവാൻ ആ ദിവ്യ രഹസ്യം വെളിപ്പെടുത്തി. സ്വാമി അരുളി, ഭഗവാൻ ശ്രീമൻ നാരായണൻ ഭൂമിയിൽ മാനവരൂപം പൂണ്ട് ശ്രീ സത്യസായി അവതരിച്ചിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കൂ, സ്വീകരിക്കൂ. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ പോലെ ഇതും പൂർണ്ണാവതാരമാണ്. ഋഷിമാരെയും ആധ്യാത്മികാചാര്യന്മാരെയും യഥാസമയം പരമ്പൊരുൾ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങൾ അറിയുക, സച്ചിദാനന്ദ പരബ്രഹ്മം കേവലാദ്വൈതം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. ശ്രീബുദ്ധനായി. ഒരിക്കൽ ഹൈദരാബാദിൽ ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനം നടന്നു. ചെയർമാൻ ഡോക്ടർ ബാലകൃഷ്ണ, അക്കൂട്ടത്തിൽ ജപ്പാൻകാരനായ ഒരു ശാസ്ത്രജ്ഞനുമുണ്ടായിരുന്നു. ഡോക്ടർ ബാലകൃഷ്ണ അദ്ദേഹത്തെ തൻ്റെ വസതിയിലേക്ക് ക്ഷണിച്ചു. സന്ദർശകൻ അന്ന് ആദ്യമായി ശ്രീ സത്സായി ബാബയുടെ ഫോട്ടോ ദർശിച്ചു. സർവ്വവിധ അലങ്കാരങ്ങളോട് കൂടി ക്ഷേത്ര സമാനമായ ഗൃഹത്തിൽ ഭഗവാന്റെ അത്യാകർഷകമായ ചിത്രം. താൻ അതിലേക്ക് ഉടൻ ആകർഷിക്കപ്പെടുന്നതായി ശാസ്ത്രജ്ഞന് തോന്നി. ഗൃഹത്തിലെ മൺമറിഞ്ഞ ആദരണീയനായ ഏതോ പൂർവികൻ്റേതായിരിക്കും ആ ചിത്രമെന്ന് സന്ദർശകൻ കരുതി. സംഭാഷണ വേളയിൽ ഡോക്ടർ ബാലകൃഷ്ണ ഭഗവാന്റെ ശ്രീ സത്സായി ബാബയുടെ ദിവ്യത്വം അവിടുന്ന് ഈശ്വരതാപരമാണെന്ന് പറഞ്ഞു. എന്തായാലും സംഭവിച്ചത് ഇങ്ങനെ. ആ സമയം സ്വാമി ഹൈദരാബാദിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ ഇരുവരും സായി ദർശനത്തിനെത്തി. സ്വാമി കരുണാപൂർവ്വം ഇരുവരെയും ഇൻ്റർവ്യൂ മുറിയിലേക്ക് ക്ഷണിച്ചു. സ്വാമിയുടെ സമീപത്തെ ജപ്പാൻ ശാസ്ത്രജ്ഞന് താൻ ദിവ്യപുരുഷൻ്റെ സന്നിധിയിലെന്ന തീവ്രമായ ബോധം അനുഭവപ്പെട്ടു. സ്വാമി സൗമ്യമായി പുഞ്ചിരി തൂകി, കരം ചലിപ്പിച്ചു. തൃക്കൈയിൽ ഒരു മനുഷ്യഹൃദയം രൂപം കൊണ്ടു. അവിടുന്ന് ശാസ്ത്രജ്ഞനെ അത് കാണിച്ചു. അദ്ദേഹം പരിഭ്രമിച്ചു പോയി. ഭഗവാൻ ചോദിച്ചത് എന്താണ്? ഇതൊരു മനുഷ്യഹൃദയമെന്ന് ശാസ്ത്രജ്ഞൻ മറുപടി പറഞ്ഞു. ഇത് ആരുടേതാണെന്ന് നിനക്കറിയുമോ? സ്വാമി ചോദിച്ചു. എനിക്കെങ്ങനെ അറിയും സ്വാമി? ശാസ്ത്രജ്ഞൻ, ഇത് നീ ജനിച്ച സമയത്ത് നിൻ്റെ തന്നെ ഹൃദയം. ശാസ്ത്രജ്ഞൻ സ്തംഭിച്ചിരുന്നു. സ്വാമി വിശദീകരിച്ചു, അത്ഭുതപ്പെടേണ്ട, ഇത് നിൻ്റെ ഹൃദയം തന്നെ. ജനിച്ച നിമിഷം നിൻ്റെ ഹൃദയം നിശ്ചലമായി, നീ മൃതസമാനം. ശരീരം നീല നിറമാറുന്നു. നിൻ്റെ അച്ഛൻ മഹാഭക്തൻ, ഉറച്ച വിശ്വാസി. അദ്ദേഹം നിൻ്റെ ശരീരം എടുത്ത് എൻ്റെ പാദത്തിൽ വെച്ച് എന്നോട് പ്രാർത്ഥിച്ചു. പ്രഭു, ഞാൻ ഹൃദയമഴിഞ്ഞ് അങ്ങയുടെ ഒരു കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണോ എൻ്റെ പ്രാർത്ഥനയോട് പ്രതികരിക്കേണ്ടത്? ഈ ചലനമറ്റ ശരീരം കൊണ്ട് എനിക്ക് എന്ത് കാര്യം? ആ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ എൻ്റെ ഹൃദയം ശരിയാക്കി, നിനക്ക് ജീവൻ തിരിച്ചു നൽകി. സത്യത്തിൽ ജപ്പാൻകാരൻ്റെ പ്രായം സ്വാമിയുടേതിനേക്കാൾ കൂടുതൽ. അദ്ദേഹത്തിൻ്റെ പിതാവ് പുത്രൻ്റെ ജീവനൊക്കെയാണത് ശ്രീബുദ്ധൻ്റെ മുന്നിലും. ഈ രഹസ്യം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അത് മറ്റാർക്കും അറിയില്ല. ശാസ്ത്രജ്ഞൻ ഉടൻ ഒരു കാര്യം ഉറപ്പായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭഗവാൻ ശ്രീബുദ്ധൻ ഇപ്പോഴിതാ ശ്രീസായി ഭഗവാനായി പുനരവതരിച്ചിരിക്കുന്നു. ശ്രീ യേശുവായി. അമേരിക്കയിലെ ഒരു റോമൻ കത്തോലിക്ക ദമ്പതിമാർ ഭഗവാനെക്കുറിച്ച് കേൾക്കാനിട എയർപോർട്ടിൽ വന്ന് പ്രശാന്ത് നിലയത്തിലെ ദർശനവേളയിൽ അവർ ശ്രീസായിയുടെ തേജോരൂപം ദർശിച്ചു. തങ്ങളിലേക്ക് അതിശക്തമായ ആധ്യാത്മികത പ്രസരിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. ഉജ്ജ്വലമായ ആ അനുഭവത്തിൽ അവർ അത്ഭുതപ്പെട്ടു, ആഹ്ലാദത്തിലാണ്ടു. കരുണാപൂർണമായ ഹൃദയം നിറഞ്ഞ പ്രേമപുഷ്കലമായ സ്വാമിയുടെ മിഴികളാൽ ഭർത്താവ്
മത്തനായി. യേശു സ്വയമേ സായുരൂപത്തിൽ ഭൂമിയിൽ വന്നതായി അദ്ദേഹത്തിന് ഉറപ്പായി. ഭാര്യയോട് ഇക്കാര്യം പറയുകയും ചെയ്തു. പക്ഷേ അവർക്ക് അതങ്ങനെ ഉൾക്കൊള്ളാനായില്ല. എന്തൊരു മണ്ടത്തരം അവർ പ്രതികരിച്ചു. നാം റോമൻ കത്തോലിക്കർ ഈ ശ്രീ യേശുവാണെന്ന് പറയുന്നത് ശരിയല്ല. ഇക്കാര്യത്തിൽ നിങ്ങളോട് ഞാൻ യോജിക്കുന്നുമില്ല. പിന്നെ അവർ ശ്രീസായിൽ നിന്നും ഏതാണ്ട് അകന്നു നിന്നു. ഒരു നാൾ സ്വാമി അവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. സോന്മാദത്തിലായിരുന്നു. ഭാര്യയ്ക്ക് തണുപ്പിന് പ്രതികരണം. അവരൊരു വശത്തിരുന്ന് ഇൻ്റർവ്യൂ കഴിയാറെ വിനയപുരം ചോദിച്ചു, സ്വാമി ഞാനൊരു ഫോട്ടോ എടുത്തുകൊള്ളട്ടെ? സ്വാമി സമ്മതിച്ചു. ആ മാനയും കുറച്ച് ചിത്രങ്ങൾ എടുത്തു. പിന്നീട് വീട്ടിലെത്തി ഫിലിം പ്രിൻ്റ് എടുത്തു. അത് കണ്ടവർ വാ പൊത്തിപ്പോയി. ചിത്രം സായിബാബയോട് ആയിരുന്നില്ല, കരുണാമൂർത്തിയെ പ്രേമസ്വരൂപനായ യേശുക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രം. അവർ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കടുത്ത നിരാശ തോന്നി. ശ്രീ സായി രൂപത്തിലുള്ള ശ്രീ യേശുവിൻ്റെ ശാരീരിക സാമീപ്യത്തിലിരുന്നിട്ടും തനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. ആ നിമിഷം മുതൽ അവർ സ്വാമിയുടെ ഭക്തിയായെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഭക്തൻ സ്വാമിയോട് ചോദിച്ചു, ശ്രീ യേശു വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അവിടുന്നാണോ ആ ക്രിസ്തു? സ്വാമി അദ്ദേഹത്തിന് വിശദീകരണം നൽകി. ഞാൻ വീണ്ടും വരുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ക്രിസ്തു പറഞ്ഞതിങ്ങനെ, എന്നെ ഭൂമിയിലേക്ക് അയച്ച ദൈവം വരുമെന്നാണ്. യേശു ഒരു ആടിനെ ചൂണ്ടിക്കാണിച്ചു. ആട് കരയുന്നത് ബാ ബാ. ദൈവം ആ നാമത്തിൽ വരുമെന്നാണ് യേശു സൂചിപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ഇക്കാര്യം ശരിക്കും ഗ്രഹിക്കാനില്ല. അതെ, ഞാനാണ് ശ്രീ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. സ്വാമിയുടെ തൃക്കൈയിൽ അബ. പ്രൊഫസർ എസ് ബഷീറുദ്ദീൻ ഒരിക്കൽ ബാബയെ സന്ദർശിച്ചു. ഭഗവാൻ അദ്ദേഹത്തിന് ഒരു ലോക്കറ്റ് സൃഷ്ടിച്ചു നൽകി. അതിൽ അറബിയിൽ അള്ളാഹു എന്ന് ആലേഖനം ചെയ്തിരുന്നു. അറബിയിൽ അള്ളാഹു, സംസ്കൃതത്തിൽ സർവന്തര്യാമി, ഇംഗ്ലീഷിൽ ഓമിനി പ്രസന്റ്. ഇതിനെല്ലാം അർത്ഥം ഒന്നു തന്നെ. ഒരിക്കൽ കുറച്ച് അറേബ്യൻ സന്ദർശകർ ശ്രീ സായിബാബയെ പ്രശാന്ത് നിലയത്തിൽ വന്ന് കണ്ടു. അന്ന് പവിത്രമായ ബക്രീദ് ദിനം സ്വാമി അവരെ ഇൻ്റർവ്യൂ റൂമിലേക്ക് ക്ഷണിച്ചു. അവിടുന്ന് തുറന്ന കരം ഉയർത്തിപ്പിടിച്ച് സന്ദർശകർ തൃക്കൈയിൽ കണ്ടത് അത്ഭുതകരമായ ദർശനം. സൗദി അറേബ്യയിലേക്ക് അവ മുന്നിൽ ആയിരക്കണക്കിന് മുസ്ലിം ഭക്തന്മാർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗം. ഈ സംഭവങ്ങളെല്ലാം ശ്രീ സായി സർവ്വദേവതാ സ്വരൂപനമാണെന്ന് മാത്രമല്ല, അവിടുന്ന് സർവ്വദേവതാതീത സ്വരൂപനാണെന്നും സത്യവും വെളിപ്പെടുത്തുന്നു. ജൂതവിശ്വാസികളായ പലരും ഈ സത്യത്തിന് തെളിവ് നൽകുന്നു. ഡോക്ടർ സാമുവൽ സാൻഡിസിനെ പോലെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ബാബ ഈശ്വരൻ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഈശ്വരനെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഹിന്ദു, ക്രിസ്ത്യൻ, ജൂതമതം തുടങ്ങിയ മതഗ്രന്ഥങ്ങളിലും സിദ്ധാന്തങ്ങളിലും കൊടുത്തിട്ടുണ്ട്, അവയൊന്നും സാങ്കല്പികമോ ഭാവനയോ അല്ല. അതെല്ലാം സത്യം തന്നെ. അവയെല്ലാം ഒരു സത്യം പ്രഖ്യാപിക്കുന്നു. എപ്പോഴാണോ ആവശ്യം അപ്പോൾ അവതരിക്കാൻ ഈശ്വരന് പരമമായ ശക്തിയുണ്ട്. ദാത്രത്തേയനായി 1978 ശിവരാത്രി ദിവസം സായിബാബ ഊട്ടിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് കാറിൽ യാത്ര ചെയ്യുന്നു. ധാരാളം ഭക്തന്മാരും വിദ്യാർത്ഥികളും കാറിൽ അകമ്പടിയായിട്ടുണ്ട്. ബാംഗ്ലൂർ സ്വാമിക്ക് നിത്യവും ആഹാരം ഒരുക്കുന്ന ശ്രീമതി രത്നലാൽ ഭാട്ടിയും അവരുടെ കൂട്ടത്തിലുണ്ട്. ഒരിടത്ത് ചെന്നപ്പോൾ സത്സായി യാത്രാസംഘത്തെ നിർത്തി. അവിടുന്ന് കാറിൽ നിന്ന് താഴെ ഇറങ്ങി എല്ലാവരും വിശ്രമിക്കാനായി താഴെയിരുന്നു. ബാബ ചില ആധ്യാത്മിക കാര്യങ്ങളിൽ കുറിച്ച് അവരോട് സംസാരിക്കാൻ ആരംഭിച്ചു. അവിടുന്ന് ഒരു വിദ്യാർത്ഥിയെ വിളിച്ചു. അയാൾക്കിപ്പോഴും ബാബയെ ശങ്കയും സംശയങ്ങൾ. എന്നെക്കുറിച്ചുള്ള സംശയങ്ങളാൽ നീ ഇപ്പോഴും സംഘർഷത്തിലാണല്ലോ, ശരിയല്ലേ? നിൻ്റെ കയ്യിൽ പോളറോയിഡ് ക്യാമറ ഉണ്ടല്ലോ, എൻ്റെ ചിത്രം എടുക്കൂ, നിനക്കിപ്പോൾ എൻ്റെ യഥാർത്ഥ രൂപം കാണാനും. ബാബ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വിദ്യാർത്ഥി ക്യാമറയുമായി ഫോട്ടോ എടുക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് ശ്രീമതി ഭാട്ടിയെ മുന്നോട്ട് ഓടി വന്ന് ബാബയുടെ ഗൗൺ നേരെയാക്കാൻ ശ്രമിച്ചു. സ്വാമി അവരോട് മാറി നിൽക്കാൻ ഗൗരവത്തിൽ പറഞ്ഞു. അവിടുന്ന് അത് കടുത്ത വിധം ഉറക്കെയാണ് പറഞ്ഞത്. പാവം സ്ത്രീ അവർ ഭയന്ന് വിറച്ചുപോയി. അവർ തിരിഞ്ഞ് അകലിൽ മാറി നിന്നു. വിദ്യാർത്ഥി ക്യാമറ ക്ലിക്ക് ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചിത്രം പുറത്തു വന്നു. കൃത്യമായ വർണ്ണങ്ങളോടെ അത് ദാത്രത്തേയൻ്റെ ദിവ്യമായ വിവിധ ഘടകങ്ങൾ ചേർന്ന ചിത്രമായിരുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശിരസ്സുകൾ ചിത്രത്തിൽ മാത്രമല്ല 4 സ്വാക്കുകളെയും ഭഗവാനിൽ നരികിൽ ദേവനുവിനെയും കാണാമായിരുന്നു. ചിത്രം സ്വാമിയെ കാണിച്ചപ്പോൾ അവിടുന്ന് ശ്രീമതി ഭാട്ടിയോട് പറഞ്ഞു, ഫോട്ടോ എടുക്കുന്ന വേളയിൽ നിന്നോട് ഞാൻ മാറി നിൽക്കാൻ ഗൗരവത്തിൽ പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായി. ആ സമയം എന്നിൽ നിന്നും അതിതീവ്രമായ തേജസ്സരണം നിർഗളിച്ചിരുന്നു. അതിൻ്റെ പ്രചണ്ഡമായ ശക്തി താങ്ങാൻ നിനക്കാവില്ലായിരുന്നു. ശ്രീ സത്സായി പരബ്രഹ്മമാവുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ആദി മൂലകാരണം ത്രിദോത്വങ്ങൾക്ക് അതീതനെന്നും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഈ സത്യം ആ സംഭവത്തിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു ഭഗവാൻ സ്വയം. എൻ്റെ മാനവരൂപം സർവ്വദേവതാ ശക്തികളും ഉൾക്കൊള്ളുന്നു. ഒരിക്കൽ ശ്രീ സത്യസായി പ്രഖ്യാപിച്ചു, ഞാൻ നിങ്ങൾക്കൊപ്പം നടക്കുമ്പോൾ, നിങ്ങളെപ്പോലെ ആഹാരം കഴിക്കുമ്പോൾ, നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനും തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാവും. ആ തെറ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കുഴപ്പത്തിലാവും, മായയുടെ കുടുക്കൽ വീഴും. നിങ്ങളെപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കും. അപകടം ഒഴിവാക്കുക. മായയുടെ വലരി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പം പാടിയേക്കാം, സംസാരിച്ചേക്കാം, എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുകൊണ്ടേക്കാം. അങ്ങനെ നിങ്ങളിലൊരു മോഹവും സൃഷ്ടിക്കും. പക്ഷേ ഏത് നിമിഷവും ഞാൻ എൻ്റെ ദിവ്യത പൊടുന്നതിനെ വെളിപ്പെടുത്താം. നിങ്ങൾ സദാ സർവ്വതാ ജാഗ്രതയോടിരിക്കുക. ആ മഹത്തായ നിമിഷത്തിനായി തയ്യാറിരിക്കും. എൻ്റെ മാനവരൂപം സമസ്ത ധർമ്മങ്ങളും സർവ്വദേവതാ ശക്തികളും ഉൾക്കൊള്ളുന്നു. എന്തൊക്കെ നാമങ്ങളിലും രൂപങ്ങളിലും ശക്തികളിലും മാനവൻ ഈശ്വരനെ കീർത്തിരിക്കുന്നുവോ അതെല്ലാം ശ്രീ സത്സായിയുടെ മാത്രം, മറ്റാരുടേതുമല്ല. ഈശ്വരൻ അർപ്പിക്കുന്ന സമസ്ത പ്രാർത്ഥനകളും വസ്തുക്കളും എന്നിൽ മാത്രമാണ് വന്നു ചേരുന്നത്. സംശയലേശമില്ലാതെ ഞാനിത് വെളിപ്പെടുത്താം. അതിനാലാണ് എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ഞാൻ ഊന്നലോടെ പറയുന്നത്. അള്ളാഹു, യേശു, യഹോവ, യാമൻ, കൃഷ്ണൻ, ഈശ്വരൻ, സായി, ഈ നാമങ്ങളെല്ലാം ഒരു വ്യത്യാസമില്ലാതെ
എന്താണെങ്കിൽ എന്നെ മാത്രം സംബന്ധിച്ചവയാണ്. ഈശ്വരൻ മാനവകാരം പൂണ്ട് ഭൂമിയിലേക്ക് താഴ്ന്നു വരുമ്പോൾ ബാഹ്യരൂപത്തിലുള്ള ഈശ്വരൻ്റെ യഥാർത്ഥം മനസ്സിലാക്കുക വളരെ ദുഷ്കരം. മനുഷ്യൻ അവതാരത്തിൻ്റെ ബാഹ്യപ്രവൃത്തി തൻ്റെ ശരീരവുമായി താരതമ്യം ചെയ്യുന്നു. അത് രണ്ടും ഒരേ തരവും തലയുമെന്ന് തെറ്റായ തീരുമാനത്തിലെത്തുന്നു. നിങ്ങളോട് സത്യം പറഞ്ഞാൽ മാനവരാശി സമസ്തവും ഒരുമിച്ചിരുന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ കഠിനതമം ചെയ്താലും എൻ്റെ നിജത്വം ഗ്രഹിക്കുക അസാധ്യം. പവിത്രനാമത്തോടെ രൂപത്തോടെ നിങ്ങളുടെ നേരെ മുന്നിൽ നിൽക്കുന്ന ഈ ദിവ്യശക്തിയുടെ കൃപ നേടാനായാൽ നിങ്ങൾക്കുടനെ പരമസാക്ഷാത്കാരം നേടാനാവും. അതിവിരളമായി ഈ അവസരം ലഭിച്ചത് നിങ്ങൾ അസാധാരണം ഇത് മഹാഭാഗ്യവാന്മാരാണ്. മഹാമുനിമാർക്കും ത്യാഗികൾക്കും യോഗികൾക്കും പുണ്യാത്മാക്കൾ ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വളരെയേറെ അമൂല്യമായ ഭാഗ്യം ആ സത്യം മറക്കരുത്. സ്വാമി സർവ്വവ്യാപി. ലൈല ഹോമർ ദമ്പതിമാർ താമസം കാലിഫോർണിയയിൽ. ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ഹോമർ ജോലി ചെയ്യുന്നു. 1972 ലൈല മെക്സിക്കോയിൽ സായി ഭക്തരായ ഇന്ദിരാദേവി നയിക്കുന്ന സംഘത്തിൽ ചേർന്നു. അങ്ങനെ സ്വാമിയെ ദർശിക്കാൻ ലൈല പുട്ടപർത്തിയിലെത്തി. ഹോമറിന് ഒരാഗ്രഹം, ഭാര്യ സ്വാമിയുടെ സാന്നിധ്യത്തിൽ കഴിയുമ്പോൾ പുട്ടപർത്തിയുടെ ബാഹ്യാകാശ ചിത്രമെടുക്കണം. അങ്ങനെ ഭൂമിയിൽ നിന്ന് 200 മൈൽ അകലത്തിൽ ഉപഗ്രഹം മുഖേന ധാരാളം ചിത്രങ്ങൾ എടുത്തു. വളരെയേറെ അകലത്തിൽ നിന്നും എടുത്തത് കാരണം പാർപ്പിടങ്ങളോ കുന്നുകളോ കെട്ടിടങ്ങളോ ഒന്നും ചിത്രത്തിൽ വ്യക്തമായിരുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറേയേറെ പാടുകളും കുത്തുകളും മാത്രം. അതിൽ നിന്നും ഒന്നും മനസ്സിലാക്കാനാവില്ലായിരുന്നു. പുട്ടപർത്തിയിൽ നിന്ന് തിരിച്ചെത്തി ലൈല ഫോട്ടോകൾ കണ്ട് വളരെയേറെ നിരാശപ്പെടുകയും ചെയ്തു. ഇത്തരക്കാരനായതിനാൽ ഈ അർത്ഥശൂന്യമായ ചിത്രങ്ങൾക്കായി $60 ചെലവാക്കേണ്ടിയില്ലായിരുന്നു എന്ന് ലൈലയ്ക്ക് തോന്നി. വർഷങ്ങൾ കടന്നു. ഇന്ദിരാദേവിയുടെ പുത്രി വിവാഹത്തിൽ പങ്കുകൊള്ളാനായി ടെക്കേറിലേക്ക് പോകും വഴി കുറച്ച് സായി ഭക്തർ ഹോമറുടെ വീടും സന്ദർശിച്ചു. അദ്ദേഹം അപ്പോൾ സായി ബുക്ക് സെൻറ്റർ നടത്തുകയാണ്. സ്വാമിയുടെ പല തരത്തിലുള്ള ഫോട്ടോകൾ സെൻറ്ററിലുണ്ട്. സന്ദർശകർ താല്പര്യം കാണിച്ചില്ല. ഇത് അവർക്ക് ഇഷ്ടമായി. ഹോമർ ഇപ്പോൾ പുട്ടപർത്തിയുടെ ഉപഗ്രഹ ചിത്രം അവരെ കാണിച്ചു. സന്ദർശകർ സസൂക്ഷ്മം ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പോയി, നോക്കൂ, ഇതാ ഇതിൽ സായിബാബ. എല്ലാവരും ജിജ്ഞാസ ഉണ്ടെന്ന്. ഓരോരുത്തരും ആ ഫോട്ടോ അതിവിശദമായി പരിശോധിക്കുന്നു. അതിശയമെന്ന് പറയട്ടെ, നേരത്തെ ലൈലയ്ക്കും ഹോമറിനും വെറും കുത്തുവും പാടുകളുമായി തോന്നിയ ചിത്രത്തിൽ സന്ദർശകർക്ക് ശ്രീ സത്യസായിയുടെ മുഖത്തിൻ്റെ രൂപരേഖ കാണാനായി. ഇപ്പോഴിതാ രൂപം സ്പഷ്ടം. കിരീടം പോലെ ഇരിക്കുന്ന കനത്ത മുടി, മിഴികൾ, നാസിക ആശ്ചര്യത്തിലും ആശ്ചര്യമെന്ന വണ്ണം കവിളിലെ മറുക ആഹ്ലാദനപരമായ സ്വാമിയുടെ തിരുമുഖം വ്യക്തമായി കാണുവാൻ കഴിഞ്ഞു. ഹോമർ കണക്കുകൾ കൂട്ടി. രേഖയും അക്ഷാംശരേഖയും നിർണയിച്ച് നോക്കി. 40 മൈൽ നീളവും 20 മൈൽ വീതിയും ചിത്രം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് കണ്ടെത്തി. അത്യാശ്ചര്യത്തോടെ ഹോമറിന് മനസ്സിലായി, സ്വാമിയുടെ ദിവ്യരൂപം അത്രയും സ്ഥലത്ത് വ്യാപിച്ചിരിക്കുന്നു. ഭീമായ രേഖകളിലൂടെ ഹോമർ നിഗമനത്തിലെത്തി. പ്രശാന്തി നിലയത്തിന് ചുറ്റും അത്രയും വിശാലമായ ഭാഗത്ത് സ്വാമി നോക്കി നിൽക്കുകയാണ്. 1978 ഭഗവത് ദർശനത്തിനായി ഹോമർ പുട്ടപർത്തിയിലെത്തി. സ്വാമിയുടെ ശിരസിന് ചുറ്റും വൃത്താകൃതി മഹത്തായ പ്രഭ അദ്ദേഹം ദർശിച്ചു. ഹോമർ അതിൻ്റെ ധാരാളം ചിത്രങ്ങളെടുത്ത് സ്വാമിയെ കാണിച്ചു. മധുരമായ മന്നയെ സന്ദർശിച്ചുകൊണ്ട് അവിടുന്ന് അരുളി, ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞതുപോലെ എൻ്റെ അനന്തമായ മഹിമകളിൽ ഇതെല്ലാം എത്ര നിസ്സാരങ്ങൾ. നീതി ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു, യഥോ വാചോ നിർവർത്തന്തെ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിവേദി കുതശ്ചനീതി. വാക്കുകൾ മനസ്സോടുകൂടി എന്തൊന്നിനെ പ്രാപിക്കാതെ മടങ്ങുന്നു ആ ബ്രഹ്മാനന്ദത്തെ അറിയുന്നവൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അവൻ സദാ ആനന്ദത്തിലാണ്. ഈ ഉന്നതമായ ആധ്യാത്മിക സങ്കല്പം വളരെ ലളിതമായ രസകരമായ ഒരു സംഭവകഥയിലൂടെ ഭാവം വ്യക്തമാക്കുന്നു. സീതാരാമൻ ലക്ഷ്മണന്മാർ ഭരദ്വാജ ഋഷിയുടെയും ആശ്രമത്തിലെത്തിയ സമയം നടപ്പു രീതി അനുസരിച്ച് ഋഷിമാർ ഒരു സംഘമായും അവരുടെ പത്നിമാരും കുട്ടികളും മറ്റൊരു സംഘമായും ഇരിക്കും. ഇന്നത്തെ കാലത്ത് നാം ചെയ്യുന്ന പോലെ ശ്രീകൃഷ്ണന്മാർ ഇടകലർന്നിരിക്കാറില്ല. അവിടെ എത്തിയപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഋഷിമാർക്കൊപ്പമായിരുന്നു. സ്ത്രീകൾക്കൊപ്പവും സഹോദരന്മാരും കാവ്യവസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അതുമൂലം മാത്രമല്ല, അവിടെ അവരുടെ കാന്തിയും കാരണം ആ രാജകുമാരന്മാർ സ്വയം ഋഷികളെപ്പോലെ തേജസ്വികളെ കാണപ്പെട്ടു. രാമനും ലക്ഷ്മണനിൽ നിന്നും മനസ്സിലാക്കാനും തിരിച്ചറിയാനും അസാധ്യമായിരുന്നു. പക്ഷേ സീതാദേവി വളരെ മാറിയിരുന്നില്ല. ഋഷിപത്നികൾക്ക് ദേവി ഉടനെ തിരിച്ചറിയാനായി. അവർ സീതയുടെ അരികിലെത്തി വാത്സല്യപൂർവ്വം അനൗപചാരികമായ സംഭാഷണങ്ങൾ ഏർപ്പെടും. സ്ത്രീകൾ പ്രകൃതിയ സംഭാഷണ തൽപരരും അതിജിജ്ഞാസയുള്ളവരുമാണ്. ഋഷിമാരാകട്ടെ തങ്ങളുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങളിലെ തിരക്കുകളിലുമായിരുന്നു. സ്ത്രീകളാകട്ടെ തങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിലെ തിരക്കിലും. അവർ സീതാദേവിയോട് ചോദിച്ചു, പ്രിയ സീതാദേവി, ദേവിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടോ? ഞാൻ അവിടുത്തോടൊപ്പമാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് ഋഷിമാർക്കൊപ്പം ഇരിപ്പുണ്ട്. അപ്പോൾ സ്ത്രീകൾ തിരക്കി, ആയിരിക്കുന്നതിൽ ആരാണ് ദേവിയുടെ പതി? സീത അവരുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് ഭർത്താവിനെ ചൂണ്ടിക്കാണിക്കുമോ? സീത വിനയാശീല, കുലീന, പതിവ്രത. ഉടൻ ഒരു ഉത്തരമേകുവാനാകാതെ സീത നിശബ്ദനായി ശിരസ് നമിച്ചിരുന്നു. പക്ഷേ സ്ത്രീകൾ ദേവിയെ വിടാനൊരുക്കമല്ല എന്ന് അവരിങ്ങനെ ചോദ്യങ്ങൾ തൊടുക്കാൻ തുടങ്ങി. കുറച്ച് പിറകിലിരിക്കുന്ന അദ്ദേഹമാണ്. അവർ ചോദിച്ചു, ഉടുപ്പ് ധരിച്ചയാളാണ്? ആ സുന്ദരനായ മനുഷ്യനാണ്? ഇങ്ങനെ ചോദ്യവരികൾ തുടർന്നു. പക്ഷേ സീത വളരെ ക്ഷമയോടിരുന്നു. രാമനെ അല്ല എന്ന് മറ്റാരെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചപ്പോഴും സീത അല്ല എന്നർത്ഥത്തെ തലയാട്ടി. രാമൻ്റെ ഊഴം വരുന്നതുവരെ അത് തുടർന്നു. രാമനെ ചൂണ്ടി ചോദിച്ച സമയം സീത
നിശബ്ദയായി വിനയത്തോടെ തലതാഴ്ത്തി. ആ ചലനത്തിൽ നിന്നും ഒരു കാര്യം സ്പഷ്ടമായി, അത് തീർച്ചയായും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ. ഇതേപോലെ തന്നെ പരബ്രഹ്മത്തെ വിശദീകരിക്കേണ്ടി വരുമ്പോൾ വേദങ്ങളും നീതി 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 ഇതല്ല 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 എന്നിങ്ങനെ ആവർത്തിച്ചിരുന്നു. ഈ പരബ്രഹ്മതത്വം ഒടുവിൽ വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ അവർ മൗനമാവുന്നു, വാക്കുകളില്ലാതാവുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പരാമർശിക്കപ്പെടുന്നത്. മൗനവ്യാഖ്യാന പ്രകൃതത പരബ്രഹ്മതത്വം പരബ്രഹ്മ മൗനമായ വ്യാഖ്യാനത്തിലൂടെ മാത്രം വിശദീകരിക്കാനോ. എത്ര മനോഹരമായ ഉപകഥയാണ് ഭഗവാൻ തിരഞ്ഞെടുത്തത്! എത്ര സുന്ദരമായിരുന്നു അതിൻ്റെ വ്യാഖ്യാനം! വളരെ ലളിതമായ വാക്കുകളിൽ മധുരവും വശ്യവുമായ വ്യാഖ്യാനത്തിലൂടെ ബാബ നീതി നീതി എന്ന വേദ്യവാക്യത്തിൻ്റെ നിഗൂഢത വെളിപ്പെടുത്തി. മാത്രമല്ല അവിടുന്ന് അതിൻ്റെ ആധ്യാത്മിക പ്രാധാന്യം വിശദീകരിച്ചു. നീതി നീതി എന്ന പദം ഉപരി വിപ്ലവമായി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതല്ല ഇതല്ല എന്ന് വിശദീകരിക്കാം. പക്ഷേ വളരെ സൂക്ഷ്മമായി അവയെ വ്യാഖ്യാനിക്കുന്ന രീതിയുണ്ട്. പരമാത്മതത്വം സർവത്ര സർവ്വവ്യാപി, അത് വ്യാപ്തിയിൽ സീമാതീതം, അതിൻ്റെ പ്രദർശനം അനന്തമായ വൈവിധ്യം, അത് അവ്യയം അവിനാശി. അതിനാൽ പരബ്രഹ്മത്തിൻ്റെ പ്രകൃതം വിശദീകരിക്കുമ്പോൾ നീതി നീതി ഉപയോഗിക്കുന്നു. നാം ഇങ്ങനെ വേണം ആ വാക്ക് മനസ്സിലാക്കുവാൻ. ഇതുമാത്രമല്ല, അതിനോടുകൂടി ഇനിയും കൂടുതലുണ്ട്. ഈ വിധം നീതി എന്ന പദത്തിന് ആഴത്തിലുള്ള അർത്ഥം തേടുമ്പോൾ അതിൻ്റെ വ്യാപ്തി വിശാലവും കൂടുതൽ അഗാധവുമായി അറിയാനാകും. ചരാചരങ്ങൾ ചേർന്ന് ഈ പ്രപഞ്ചം സമസ്തവും പരബ്രഹ്മം വ്യാപിച്ചിരിക്കുന്നു. അത് സർവ്വവ്യാപി, അതായത് പരബ്രഹ്മമില്ലാത്ത ഒരിടമോ കാലമോ പ്രപഞ്ചത്തിൽ ഒരിക്കലുമില്ല. അതുകൊണ്ട് നാം എപ്പോഴോ ഒക്കെ പരബ്രഹ്മത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിൽ കണ്ടെത്താനായി അത് ഇതാണോ എന്ന് തിരക്കിയാൽ മറുപടി ഇങ്ങനെ ഇതല്ല ഇതല്ല. ഈ ഉത്തരം നമ്മെ വേണ്ടുവിധം തൃപ്തിപ്പെടുത്തുന്നുമില്ല. മറിച്ച് ഇത് മാത്രമല്ല എന്ന ഉത്തരം നാം വിവരിക്കാൻ ശ്രമിക്കുന്ന ബ്രഹ്മത്തിന് കൂടുതൽ അനുയോജ്യമായിരിക്കുന്നു. ശ്രീ സത്യസായി പരബ്രഹ്മത്തിൻ്റെ കരുണ, മഹിമ, വൈശിഷ്ട്യം എന്നിവ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നു, ഇതാണോ അത്? നാം ഉടനെ തിരിച്ചറിയുന്നു, ഇത് മാത്രമല്ല, ഇതിൽ ഇനിയും വളരെയേറെയുമുണ്ട്. അതിനാൽ അതുതന്നെയാണ് തീർച്ചയായും ശരിയായ ഉത്തരം, തൃപ്തിയേകുന്ന ഉത്തരം. അതുകൊണ്ട് വേദമരുളി ഇതല്ല നീതി നീതി എന്ന പ്രമാണവാക്യത്തിന് ശരിയായ പരിപൂർണ്ണ തൃപ്തിയേകുന്ന ഉത്തരം ഇത് മാത്രമല്ല എന്നാണ്. ഭഗവാൻ ശ്രീ സത്സായി ബാബ നൽകിയ സൂക്ഷ്മമായ ഈ വ്യാഖ്യാനം ജ്ഞാനികൾക്ക് പോലും ജ്ഞാനമേകുന്നു. ജ്ഞാനത്തിൻ്റെ മഹത്തായ ആ ഭണ്ഡാകാരത്തിൽ നമ്മുടെ പ്രണാമങ്ങൾ അർപ്പിക്കാം. ഓം ശ്രീ സത്യസായി പരബ്രഹ്മേണ നമഃ. ശാന്തി ശാന്തി ശാന്തി. 6-ാം അധ്യായം സമാപ്തം.